തെസ്സലോനിക്കർക്കുള്ള 1-2 ലേഖനങ്ങൾ പൗലോസിൻ്റെ ആദ്യ ലേഖനങ്ങളായി കരുതപ്പെടുന്നു. പൗലോസിൻ്റെ ആദ്യ ലേഖനം ഗലാത്യർക്ക് എഴുതിയതാണെന്ന അഭിപ്രായവും പ്രബലമാണ്. ഈ ലേഖനങ്ങളുടെ പ്രമേയം ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. അതിനാൽ ഇവയെ യുഗാന്ത്യശാസ്ത്ര ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്നാണ് ഈ ലേഖനം എഴുതിയത്. പൗലോസ് എഴുതിയതാണെന്ന ധ്വനി ഈ ലേഖനത്തിൽ 2 1-ാം അധ്യായം 1-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം. പൗലോസിൻ്റെ സ്വഭാവം ഈ ലേഖനത്തിൽ വ്യക്തമായി നിഴലിട്ട് കാണുന്നു. പൗലോസിന് തെസ്സലോനിക്കരുടെ ക്ഷേമത്തിലുള്ള ആകാംക്ഷ, 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവരുടെ ആത്മീക വർധനവിലുള്ള ആത്മാർത്ഥമായ ആഗ്രഹം, 3-ാം അധ്യായം 8 മുതൽ 11 വരെ. അവരോടുള്ള മനസ്സലിവ്, 2-ാം അധ്യായം 7-ാം വാക്യം. നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവരോടുള്ള സഹാനുഭൂതി, 4-ാം അധ്യായം 13-18 വാക്യങ്ങൾ. എന്നിത്യാദി കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധാർഹമാണ്. പൗലോസിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ചുള്ള ബാഹ്യമായ തെളിവുകളും കുറവല്ല. ഈ ലേഖനം പൗലോസിൻ്റേതാണെന്ന് ആദ്യം പ്രസ്താവിച്ചത് അലക്സാൻഡ്രിയയിലെ ക്ലെമൻ്റ് ആയിരിക്കണം. മാർഷിൻ്റെ കാനോനിൽ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ സിറിയൻ, ലത്തീൻ ഭാഷാന്തരങ്ങളിലും തെസ്സലോനിക്ക ലേഖനമുണ്ട്. മൊറേറ്റോറിയൻ ലിഖിതത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 6-ാമത്തെ സ്ഥാനം ഇതിന് നൽകിയിരിക്കുന്നു. തർത്തുല്യനും ഇതിൽ നിന്നും പൗലോസിൻ്റേതായി ഉദ്ധരിച്ചിട്ടുണ്ട്. തൻ്റെ 2ാം മിഷണറി യാത്രയിലാണ് പൗലോസ് അപ്പോസ്തോലൻ തെസ്സലോനിക്ക സഭ സ്ഥാപിച്ചത്. യഹൂദന്മാരുടെ തീവ്രമായ വൈരം കാരണം തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ പൗലോസിന് സാധിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 1 മുതൽ 9 വരെ. തെസ്സലോനിക്ക വിടുവാൻ പ്രേരിതനായ പൗലോസ് ബെരോവയിലേക്കും അവിടെ നിന്ന് അഥേനയിലേക്കും പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 15 മുതൽ 34 വരെ. പൗലോസിൻ്റെ തെസ്സലോനിക്കയിലെ ജീവിതത്തെക്കുറിച്ചുള്ള സൂചന ഈ ലേഖനത്തിലുണ്ട്. 2-ാം അധ്യായത്തിൽ അഥേനയിൽ വെച്ച് തിമോത്തിയോസ് പൗലോസിനോട് ചേർന്നു. തെസ്സലോനിക്കയിലെ സഭയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് തിമോത്തിയോസിനെ പൗലോസ് തെസ്സലോനിക്കയിലേക്ക് മടക്കി അയച്ചു. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് അവിടെ നിന്ന് കൊരിന്തിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 18-5 പറയുന്നതിനനുസരിച്ച് ശീലാസും തിമോത്തിയോസും കൊരിന്തിൽ വെച്ച് അപ്പോസ്തോലിനോട് ചേർന്നു. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് തിമോത്തിയോസ് നൽകിയ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. കൊരിന്തിൽ വെച്ച് പൗലോസിനെ ദേശാധിപതിയായ ഗല്ലിയോന്റെ മുമ്പിൽ കൊണ്ടുപോയി. അപ്പോസ്തല പ്രവൃത്തികൾ 18-12. ഡൽഹിയിൽ നിന്നും കണ്ടെടുത്ത ഒരു ലിഖിതമനുസരിച്ച് AD 52 ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായിരുന്നത്. ദേശാധിപതിയുടെ കാലാവധി 1 വർഷമാണ്. ചില സന്ദർഭങ്ങളിൽ അത് 2 വർഷമായി നീട്ടിക്കൊടുത്തിരുന്നു. കൊരിന്തിൽ 1.5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് പൗലോസിനെ ഗല്ലിയോന്റെ മുമ്പിൽ കൊണ്ടുപോയത്. ഇതിൽ നിന്നും പൗലോസ് കൊരിന്തിൽ വന്നത് AD 50 ആരംഭത്തിലാണെന്നും ലേഖനത്തിൻ്റെ രചനാകാലം AD 51 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പീഡനം ഹേതുവായി പൗലോസിന് പൊടുന്നനവെ തെസ്സലോനിക്ക വിട്ടുപോകേണ്ടി വന്നു. പുതുവിശ്വാസികൾക്ക് വളരെ ചുരുങ്ങിയ പ്രബോധനം നൽകുന്നതിന് മാത്രമേ അപ്പോസ്തോലന് കഴിഞ്ഞിരുന്നുള്ളൂ. തിമോത്തിയോസിൽ നിന്നും സഭയുടെ ഏതത്കാല സ്ഥിതി മനസ്സിലാക്കിയ പൗലോസ് ഇനി പറയുന്ന ലക്ഷ്യങ്ങളോടുകൂടി ഈ ലേഖനം എഴുതി. 1. പീഡനത്തിൻ്റെ മധ്യത്തിലും സഹിഷ്ണുതയോടുകൂടി അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൽ തനിക്കുള്ള സന്തോഷം അവരെ അറിയിക്കുക. 3-ാം അധ്യായം 16-ാം വാക്യം. 2. വിരോധികളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുക. 2-ാം അധ്യായം 1 മുതൽ 12 വരെ. 3. വിശുദ്ധ ജീവിതം, സഹോദരപ്രീതി എന്നിത്യാദി പ്രായോഗിക കാര്യങ്ങളിൽ പ്രബോധനം നൽകുക. 4-ാം അധ്യായം 3 മുതൽ 12 വരെ. 4. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക. തങ്ങളുടെ മരിച്ചുപോയ സുഹൃത്തുക്കൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ പങ്കാളികളാകുമോ എന്ന സംശയം ചിലർക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ 2ാം വരവ് ഉടൻ സംഭവിക്കുമെന്ന് കരുതി അവർ ദൈനംദിന പ്രവൃത്തികളിൽ അശ്രദ്ധരായിരുന്നു. ഈ ലേഖനത്തിന് അനേക സവിശേഷതകളുണ്ട്. 1.
പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണിത്. 2. സഭയെ എടുത്തുകൊള്ളുന്നതിന് ക്രിസ്തു വരുമ്പോൾ മരിച്ചുപോയവരെ ഉയർപ്പിക്കുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ രേഖ ഈ ലേഖനത്തിലുണ്ട്. 4 അധ്യായം 13 മുതൽ 18 വരെയും 5 അധ്യായം 1 മുതൽ 11 വരെയും. 3. 5 അധ്യായങ്ങളിലും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. 1:10, 2:19, 3:13, 4:13 മുതൽ 18 വരെ, 5 അധ്യായം 1 മുതൽ 11 വരെ, 23 വാക്യം. 4-ാമത്തെ പ്രത്യേകത, ആദിമകാലത്തെ അപക്വവും വിശ്വാസത്തിൽ തീഷ്ണവുമായ ഒരു സഭയുടെ ചിത്രം ഇതിലുണ്ട്. 5. മനുഷ്യൻ്റെ ആളത്വത്തിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നീ 3 ഘടകങ്ങളുടെ അസ്തിത്വം വ്യക്തമാക്കുന്ന ഏകവാക്യം ഈ ലേഖനത്തിലാണ്. 5 അധ്യായം 23 വാക്യം. 1 അധ്യായത്തിൻ്റെ 1 വാക്യം ഈ ലേഖനത്തിൻ്റെ ഒരു മുഖവുരിയാണ്. 1 അധ്യായം 1 മുതൽ 10 വരെ മാതൃകായോഗ്യമായ ഒരു സഭയെക്കുറിച്ച് പറയുകയാണ്. 1 അധ്യായം 2 മുതൽ 4 വരെ തെസലോനിക്കർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 1 അധ്യായം 5 മുതൽ 10 വരെ അവരുടെ ഇടയിൽ സുവിശേഷത്തിൻ്റെ പ്രവർത്തനം. 2 അധ്യായം 1 മുതൽ 20 വരെ ഒരു മാതൃക ശുശ്രൂഷകനെ കാണാൻ സാധിക്കും. 2 അധ്യായം 1 മുതൽ 12 വരെ പൗലോസിൻ്റെ തെസലോനിക്കയിലെ ശുശ്രൂഷ. 2 അധ്യായം 13 മുതൽ 16 വരെ തെസലോനിക്കരുടെ പ്രതികരണമാണ്. 2 അധ്യായം 17 മുതൽ 20 വരെ അപ്പോസ്തോലന് തെസലോനിക്കരോടുള്ള അനന്തര ബന്ധത്തെക്കുറിച്ചാണ്. 3 അധ്യായം 1 മുതൽ 13 വരെ ഒരു മാതൃക സഹോദരനെ കാണാനായിട്ട് സാധിക്കും. 3 അധ്യായം 1 മുതൽ 8 വരെ അപ്പോസ്തോലിക കരുതലും അവരുടെ ക്ഷേമവും. 3 അധ്യായം 9 മുതൽ 13 വരെ അപ്പോസ്തോലിക മാധ്യസ്ഥം. 4 അധ്യായം 1 മുതൽ 18 വരെ മാതൃകാപരമായ നടപ്പ്. 4 അധ്യായം 1 മുതൽ 12 വരെ നടപ്പിൻ്റെ വിവരണം. 4 അധ്യായം 13 മുതൽ 18 വരെ ക്രിസ്തുവിൻ്റെ 2ാം വരവ്. 5 അധ്യായം 1 മുതൽ 24 വരെ മാതൃകാപരമായ ജാഗ്രതയും കർത്താവിൻ്റെ ദിവസവും. 5 അധ്യായം 1 മുതൽ 11 വരെ കർത്താവിൻ്റെ ദിവസവും ജാഗ്രതയുടെ ആവശ്യവും. 5 അധ്യായം 12 മുതൽ 22 വരെ സഭയോടുള്ള കർത്തവ്യങ്ങളും സ്വകാര്യ ജീവിതവും. 5 അധ്യായം 25 മുതൽ 28 വരെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 5 അധ്യായം 23-24 വാക്യങ്ങൾ. ഒടുവിലായിട്ട് 5 അധ്യായം 25 മുതൽ 28 വരെ ഈ ലേഖനത്തിൻ്റെ ഉപസംഹാരമാണ്.